ഞങ്ങളുടെ ജീവനും ശരീരവും സമർപ്പിച്ച സുഹൃത്തുക്കളെ, ഇനി ഈ രാജ്യം നിങ്ങളുടെ കൈകളിലാണ് സുഹൃത്തുക്കളെ. ദിവസം ശനിയാഴ്ചയായിരുന്നു. തീയതി മെയ് 8, വർഷം 1915. അന്ന് ഡൽഹിയിൽ പൊടിക്കാറ്റ് വീശുമായിരുന്നു. ഉഷ്ണക്കാറ്റിന്റെ ആഘാതം ശരീരത്തിലെ ഓരോ തുള്ളി വെള്ളവും വലിച്ചെടുക്കാൻ വെമ്പുന്നത് പോലെ ആയിരുന്നു. എന്നാൽ ഇതുകൂടാതെ ഇതേ ഡൽഹിയിൽ മറ്റൊന്നുകൂടി നടക്കുന്നുണ്ടായിരുന്നു. പഴയ ഡൽഹിയിലെ ബഹാദൂർ ഷാ സഫർ റോഡിലെ ഡൽഹി ഗേറ്റിനപ്പുറം, ഇന്നത്തെ ഖൂനി ദർവാസയ്ക്ക് സമീപം, ഇന്ന് മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നിടത്ത് ഒരു തൂക്കുമരം ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ വിപ്ലവകാരികളെ അവിടെ തൂക്കിലേറ്റിയിരുന്നു. അന്നും മാസ്റ്റർ അമീർ ചന്ദ്, മാസ്റ്റർ അവധ് ബിഹാരി, ഭായ് ബാലമുകുന്ദ് എന്നിവരെ തൂക്കിലേറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു. എന്നാൽ ആ 3 വിപ്ലവകാരികളിൽ ഒരാളുടെ മുഖത്തുപോലും ഭയത്തിന്റെ നിഴലില്ലായിരുന്നു. പകരം അല്പസമയത്തിനുള്ളിൽ എന്നേക്കുമായി അടയാനിരിക്കുന്ന ആ കണ്ണുകളിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നമായിരുന്നു. നമസ്തേ, ഞാൻ ഹർപ്രീത് കൗർ. ആരായിരുന്നു ഈ വിപ്ലവകാരികൾ? ഇവരിൽ ഒരാളായ ഭായ് ബാലമുകുന്ദ് ആരായിരുന്നു? അദ്ദേഹത്തിന്റെ വധശിക്ഷ രാജ്യത്ത് ഇത്രയധികം രോഷമുണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? സച്ചപ് നമന്റെ ഈ എപ്പിസോഡില് ഭഗത് സിംഗിനെ പോലെയുള്ള ആയിരക്കണക്കിന് വിപ്ലവകാരികളെ സൃഷ്ടിച്ച ആ കഥ കാണാം. സെപ്റ്റംബർ 23, വർഷം 1912. ഡൽഹി രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ട് കഷ്ടിച്ച് 1 വർഷമേ ആയിരുന്നുള്ളൂ. വൈസ്രോയി ലോർഡ് ഹാർഡിംഗ് ഡൽഹിയിൽ എത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ഘോഷയാത്ര ചാന്ദിനി ചൗക്കിലെ ശീഷ്ഗഞ്ച് ഗുരുദ്വാരയിൽ നിന്ന് അല്പമകലെ ധൂലിയവാലെ കത്രിക്ക് സമീപം എത്തിയപ്പോൾ 2 ബോംബുകൾ പൊട്ടിത്തെറിച്ചു. ഘോഷയാത്രയിൽ പരിഭ്രാന്തി പടരുകയും എല്ലായിടത്തും തിക്കും തിരക്കും ഉണ്ടാവുകയും ചെയ്തു. ബോംബ് എറിഞ്ഞത് ആരാണെന്ന് കണ്ടെത്താനായില്ല. വൈസ്രോയി ലോർഡ് ഹാർഡിങ്ങിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ മരണം ഇംഗ്ലണ്ടിലെ ജോർജ് 5-ാമൻ രാജാവിന് എന്ത് സന്ദേശമാണ് നൽകേണ്ടിയിരുന്നത്? ഈ സംഭവത്തിന് താൽക്കാലികമായി വിരാമമിട്ട് നമുക്ക് പാകിസ്ഥാൻ രൂപീകൃതമാകാത്ത അന്നത്തെ ഇന്ത്യയിലേക്ക് പോകാം. വർഷം 1889. ജലം ജില്ലയിലെ കരിയാല ഗ്രാമത്തില് ഭായ് മധുരദാസന് ഒരു മകൻ ജനിച്ചു. ബാലമുകുന്ദ് എന്ന് പേരിട്ടു. ഭായ് ബാലമുകുന്ദ് ജനിച്ച ആ വംശത്തില് സ്വന്തം തത്വങ്ങൾക്കായി ജീവൻ ബലിയർപ്പിക്കുന്ന രീതി വളരെ പഴയതായിരുന്നു. ശ്രീ ഗുരു തേജ് ബഹാദൂർജിക്കൊപ്പം ചാന്ദിനി ചൗക്കിൽ രക്തസാക്ഷിയായ ഭായ് മതിദാസും ഇതേ വംശത്തിൽപ്പെട്ടയാളായിരുന്നു. ഭായ് മതി ദാസ്ഗുരുവിന്റെ പ്രിയപ്പെട്ടവൻ, വായ കൊണ്ട് രാമ രാമ എന്ന് ജപിക്കുന്നു. 2 മരത്തടികൾക്കിടയിൽ വെച്ച് അദ്ദേഹത്തെ ഈർച്ചവാളുകൊണ്ട് അറുത്തുമാറ്റി. ഈ ത്യാഗം കാരണം ഗുരു ഗോവിന്ദ സിംഗ് ജി ഈ വംശത്തിലെ ആളുകൾക്ക് ഭായ് എന്ന പദവി നൽകി. ഈ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഉജ്ജ്വലമായ വംശത്തിലാണ് ഭായ് ബാലമുകുന്ദ് ജനിച്ചത്. കഥ ഇത്ര മാത്രമല്ല, ബാലമുകുന്ദിന് ഭായ് പരമാനന്ദ് എന്നൊരു കസിൻ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കാൾ 14 വയസ്സ് മുതിർന്നവനായിരുന്നു. ഗദ്ദർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക അംഗമായിരുന്നു അദ്ദേഹം. അതായത് ബാലമുകുന്ദ് ജനിച്ചത് തന്നെ ഒരു വിപ്ലവ കുടുംബത്തിലായിരുന്നു. ഭായ് പരമാനന്ദും അദ്ദേഹവും ഗ്രാമത്തിലെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു. പഠനത്തിലുള്ള അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. അതിനാൽ കായിക രംഗത്തും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. ഗ്രാമത്തിനടുത്ത് ഒരു തോടുണ്ടായിരുന്നു. മഴക്കാലത്ത് ഈ തോട് ഒരു പുഴയുടെ രൂപം പ്രാപിക്കുമായിരുന്നു. അത് മുറിച്ചു അടയ്ക്കുക എന്നത് ഒരു വിദഗ്ധനായ നീന്തൽക്കാരന്റെ മാത്രം ജോലിയായിരുന്നു. ആ തോടിന്റെ തീരത്ത് തപ്സീറാം എന്നൊരു സാധു താമസിച്ചിരുന്നു. അദ്ദേഹം സാധാരണ സാധുക്കളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. തപ്സീറാമും ഒരു നല്ല ജന്മി കുടുംബത്തിൽ നിന്നുള്ളയാളായിരുന്നു. എങ്കിലും അദ്ദേഹം ആ തോടിന്റെ തീരത്തുള്ള ഒരു ഗുഹയിലാണ് താമസിച്ചിരുന്നത്. മഹർഷി ദയാനന്ദ സരസ്വതിയിൽ സ്വാധീനം ചെലുത്തിയ ഈ സാധു ഗ്രാമത്തിൽ എപ്പോഴെങ്കിലും വഴക്കുണ്ടായാൽ ഉടൻ അവിടെ എത്തി നീതിക്ക് വേണ്ടി സംസാരിക്കുമായിരുന്നു. ഇതിലൂടെ അദ്ദേഹം മഹാരാജ് എന്ന പേരിൽ പ്രശസ്തനായി. മഹാരാജ് ബ്രിട്ടീഷ് ഭരണത്തിന് വിരുദ്ധനായിരുന്നു. ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി വ്യായാമങ്ങളും കായിക വിനോദങ്ങളും പതിവായി പരിശീലിക്കുന്ന ഒരു അഖാഡ അദ്ദേഹം തുറന്നിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വികാരം മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് വലുതായപ്പോൾ അദ്ദേഹം ലാഹോറിലെ DAV കോളേജിൽ പഠിക്കാൻ പോയി. മഹർഷി ദയാനന്ദ സരസ്വതിയുടെയും ആര്യ സമാജത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടരായി അവിടെ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അവിടെ നിന്നായിരുന്നു. ഭായ് ബാലമുകുന്ദും ഇതേ ലാഹോറിലെ DAV കോളേജിൽ പഠിച്ച് ബിരുദം നേടി തുടർന്ന് അധ്യാപകനാവുക എന്ന ലക്ഷ്യത്തോടെ BTC പരീക്ഷയും പാസ്സായി. 1910 BTC വിജയിച്ചവരിൽ അദ്ദേഹത്തിന് 3-ാം സ്ഥാനമായിരുന്നു. ഭായ് പരമാനന്ദ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വയം അർപ്പിച്ചിരുന്നു. ഭായ് ബാലമുകുന്ദിലും ഇത് വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. ആര്യ സമാജത്തിലെ 3 പടയാളികളായ മാസ്റ്റർ അമീർ ചന്ദ്, ലാല ഹർദയാൽ, രാജ് ബിഹാരി ബോസ് എന്നിവരെ ഭായ് ബാലമുകുന്ദ് കണ്ടുമുട്ടിയപ്പോൾ ഈ സ്വാധീനം കൂടുതൽ ശക്തമാകാൻ അവസരം ലഭിച്ചു.
അദ്ദേഹം ഒരു വിപ്ലവകാരിയായി മാറി. ആ സമയത്ത് ഭായ് ബാലമുകുന്ദന് ജോലി ലഭിച്ചിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ചപ്പോൾ അദ്ദേഹം ജോലിയിൽ നിന്ന് രാജിവെച്ചു. അപ്പോ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ജയരാംദാസിന് ആശങ്കയുണ്ടാവുകയും അദ്ദേഹം ബാലമുകുന്ദനെ സുന്ദരിയും സുശീലയുമായ രാംരഖി എന്ന പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞിട്ടും ഭായ് ബാലമുകുന്ദന്റെ മനസ്സ് വിപ്ലവത്തിൽ നിന്ന് മാറിയില്ല. പകരം അവധ് ബിഹാരിയും ഭായ് ബാലമുകുന്ദും ചേർന്ന് വിപ്ലവ സാഹിത്യങ്ങൾ ആവേശത്തോടെ തയ്യാറാക്കി. എല്ലായിടത്തും വിതരണം ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം ബോംബ് നിർമ്മാണത്തിലും അദ്ദേഹം പരിശീലനം നേടാൻ തുടങ്ങി. സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിരുന്നതിനാൽ കുറച്ചു കാലം മാത്രമേ അദ്ദേഹത്തിന് ഭാര്യയോടൊപ്പം കഴിയാൻ സാധിച്ചുള്ളൂ. മഹാരാജ ജോർജ് അഞ്ചാമനും രാജ്ഞി മേരിയും ഇന്ത്യ സന്ദർശിക്കുന്ന കാലമായിരുന്നു അത്. അവരുടെ കിരീടധാരണത്തിനായി ഡൽഹിയിൽ ദർബാർ ഒരുക്കിയിരുന്നു. അവരെ രണ്ടുപേരെയും ഇന്ത്യയുടെ ചക്രവർത്തിയായും രാജ്ഞിയായും പ്രഖ്യാപിക്കുകയായിരുന്നു. ഡൽഹി ദർബാറിന് ശേഷം വൈസ്രോയി ലോർഡ് ഹാർഡിങ്ങിന്റെ ഘോഷയാത്ര ഡൽഹിയിൽ നടക്കുകയായിരുന്നു. ഈ ഘോഷയാത്രയുടെ സുരക്ഷയിൽ ബ്രിട്ടീഷുകാരും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല. സാധാരണ വസ്ത്രം ധരിച്ച നിരവധി CID ഉദ്യോഗസ്ഥർ യാത്രയ്ക്ക് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഡൽഹിയിലുടനീളം വ്യാപിച്ചിരുന്നു. യാത്രയുടെ ദിവസവും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമായിരുന്നു. 2 സൂപ്രണ്ടുമാർ, 2 ഡെപ്യൂട്ടി സൂപ്രണ്ടുമാർ, 5 സർജന്റുമാർ, 75 ഹെഡ് കോൺസ്റ്റബിൾമാർ, 35 മൗണ്ടഡ് കോൺസ്റ്റബിൾമാർ എന്നിവരെ സുരക്ഷാ നിരയിൽ വിന്യസിച്ചിരുന്നു. ഇതിനു പുറമെ 11th റാൻസേഴ്സിന്റെ ഒരു മുഴുവൻ കമ്പനിയെയും വിന്യസിച്ചിരുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ദാഹിക്കുന്നവർക്ക് ഇതെല്ലാം അസഹനീയായിരുന്നു. ആരെങ്കിലും എത്ര സ്നേഹിച്ചാലും ലാളിച്ചാലും രാജ്യത്തിന്റെ രാജാവ് ഈ ഭാരതമാതാവിന്റെ ഉദരത്തിൽ തന്നെ ജനിച്ചവനായിരിക്കണം എന്ന മഹർഷി ദയാനന്ദന്റെ പ്രസ്താവനയോട് അവർ യോജിച്ചു. ജോർജ് അഞ്ചാമന് മറുപടി നൽകാൻ സ്വാതന്ത്ര്യപ്രേമി ഒന്നൊന്നായി ഡൽഹിയിൽ ഒത്തുകൂടിയിരുന്നു. ഘോഷയാത്രയ്ക്കിടെ വൈസ്രോയി ലോർഡ് ഹാർഡിങ്ങിന് നേരെ ബോംബെറിയാനായിരുന്നു പദ്ധതി. ഭായ് ബാലമുകുന്ദ്, ബസന്ത് കുമാർ ബിശ്വാസ്, അവധ് ബിഹാരി, മാസ്റ്റർ അമീർ ചന്ദ്, രാഷ് ബിഹാരി ബോസ് എന്നിവരെല്ലാം ഡൽഹിയിലുണ്ടായിരുന്നു. ലോർഡ് ഹാർഡിങ്ങിന്റെ വാഹനം ചാന്ദിനി ചൗക്കിലെ ദൂലിയാവാലെ കത്രയ്ക്ക് സമീപം എത്തിയപ്പോൾ 2 ബോംബുകൾ പൊട്ടിത്തെറിച്ചു. സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നാണ് ബോംബുകൾ എറിഞ്ഞത്. ബോംബെറിഞ്ഞ 2 പേരും ബുർഖ ധരിച്ചിരുന്നു. ചെറിയൊരു പിഴവ് സംഭവിച്ചു. വൈസ്രോയി ലോർഡ് ഹാർഡിങ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെങ്കിലും പരിക്കേറ്റു. ഈ ബോംബ് സ്ഫോടനത്തില് ബസന്തകുമാർ ബിശ്വാസിനെ കൂടാതെ ഭായ് ബാലമുകുന്ദും ഉണ്ടായിരുന്നു. അദ്ദേഹം ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ബോംബെറിഞ്ഞ് രക്ഷപ്പെട്ടു. വൈസ്രോയി രക്ഷപ്പെട്ടതില് ബാലമുകുന്ദിന് വലിയ ദുഃഖമുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം തന്റെ ഭാര്യയെ ഭായ് പരമാനന്ദിന്റെ വീട്ടുകാരുടെ അടുത്ത് വിട്ടു. സ്വയം ജോധ്പൂരിലെ രാജകുമാരന്മാരുടെ ട്യൂട്ടറായി. ലോർഡ് ഹാർഡിങ് എപ്പോഴെങ്കിലും ഇവിടെ വരുമെന്നും അപ്പോൾ അടുത്തു വെച്ച് ബോംബെറിഞ്ഞ് അപൂർണമായ ജോലി പൂർത്തിയാക്കാമെന്നുമായിരുന്നു അടുത്ത പദ്ധതി. ചാന്ദിനി ചോക്ക് ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്ന് പോലീസിന് കുറേ നാളത്തേക്ക് കണ്ടെത്താനായില്ല. എന്നാൽ ഒടുവില് 1914 ഫെബ്രുവരി 16 അവർ അറസ്റ്റിലായി. 1912 ചാന്ദിനി ചൗക്കില് ലോർഡ് ഹാർഡിങ്ങിന് നേരെ ബോംബെറിഞ്ഞു എന്നതായിരുന്നു എല്ലാവർക്കും എതിരെയുള്ള കുറ്റം. ഇവർക്കെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെട്ടില്ലെങ്കിലും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ഇവർക്ക് വധശിക്ഷ വിധിച്ചു. 1915 മെയ് 8 മാസ്റ്റർ അമീർ ചന്ദ്, ഭായ് ബാലമുകുന്ദ്, മാസ്റ്റർ അവധ് ബിഹാരി എന്നിവരെ തൂക്കിലേറ്റി. അടുത്ത ദിവസം മെയ് 9 അംബാലയില് ബസന്തകുമാർ ബിശ്വാസിനെയും തൂക്കിലേറ്റി. അപ്രതീക്ഷിതമായ ഈ വധശിക്ഷാ സംഭവം നാട്ടുകാരുടെ രക്തം തിളപ്പിക്കുകയും ബ്രിട്ടീഷുകാരോടുള്ള ജനങ്ങളുടെ വെറുപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ കഥയിൽ ഒരു വേദന കൂടി ബാക്കിയുണ്ട്. ഭായ് ബാലമുകുന്ദിന്റെ ഭാര്യ രാംരഖി തന്റെ ഭർത്താവിന്റെ മൃതദേഹം വിട്ടുതരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ അവർക്ക് മൃതദേഹം വിട്ടുകൊടുക്കില്ല. അന്നു മുതൽ രാംരഖി ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചു. 18ാം ദിവസം അവരും മരണപ്പെട്ടു. ഡൽഹി ഗൂഢാലോചന കേസിൽ തൂക്കിലേറ്റപ്പെട്ട പ്രമുഖ വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു ഭായ് ബാലമുകുന്ദ്. ആര്യ സമാജത്തിന്റെ ചൂളയിൽ വെന്തുരുകി പുറത്തുവന്ന അതുല്യനായ പോരാളിയായിരുന്നു അദ്ദേഹം. ഭായ് ബാലമുകുന്ദ്, മാസ്റ്റർ അമീർ ചന്ദ്, മാസ്റ്റർ അവധ് ബിഹാരി, ബസന്ത് കുമാർ ബിശ്വാസ് എന്നിവരുടെ രക്തസാക്ഷിത്വത്തിന് ആര്യ സമാജത്തിന്റെ ശതകോടി പ്രണാമം.